കാവ്യമാധവനെ ദിലീപ് വിവാഹം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു കേസ് തന്നെ പുറത്തേക്ക് വരും? അങ്ങനെ ഒരു ചോദ്യം തന്നെ ഉണ്ടാവുമായിരുന്നു. താങ്കൾ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം തന്നെ ഉണ്ടാവുമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ആയില്ലെങ്കിൽ ഇല്ല, ഈഫ് ആൻഡ് ബട്ട് ഉപയോഗിച്ച് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കാൻ പറ്റിയില്ല. അതെനിക്കിപ്പം താങ്കൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം കിട്ടിയ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയത്തില്ലേ. അപ്പോൾ ഇവിടെ കാവ്യമാധവനും ദിലീപുമായിട്ടുള്ള ബന്ധം, അല്ലെ മഞ്ജു വാര്യർ, ഇവർ വളരെ നേരത്തെ തന്നെ കാവ്യമാധവനുമായിട്ടുള്ള ബന്ധം സിനിമ ഗോസിപ്പ് കോളത്തിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നൊരു ബന്ധമായിരുന്നു ആരുടേത്? കാവ്യ ദിലീപ് ബന്ധം. ദിലീപും മഞ്ജുവായിട്ടുള്ള കല്യാണം കഴിഞ്ഞതോടുകൂടി അതൊരു പലർക്കും ഈ ബന്ധത്തെ, ആ ജോഡിയെ സ്നേഹിച്ചിരുന്ന ഒത്തിരി പേരുണ്ട്. ദിലീപും കാവ്യമാധവനുമായിട്ടുള്ള ആ കെമിസ്ട്രി, അഭിനയിക്കുമ്പോഴുള്ളതും അല്ലാത്തതുമായ കെമിസ്ട്രിയെ സ്നേഹിച്ച് ഒത്തിരി പേരുണ്ട്. അവർ കല്യാണം കഴിച്ച് കാണണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്. അപ്പോഴാണ് കാവ്യമാധവൻ ഗൾഫിലുള്ള വേറൊരാളെ കല്യാണം കഴിച്ച് പോകുന്നതും പിന്നെ അതിൻ്റെ പുറകിലുള്ള കഥകൾ പിന്നെ വേറെയുണ്ട് ഒത്തിരി. അത് നമ്മൾ ഗോസിപ്പ് ചർച്ച ചെയ്യാനല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പം മഞ്ജു വാര്യർക്ക് ദിലീപിനോടൊരു വിരോധം തോന്നാം, അതുപോലെ തന്നെ ദിലീപിനും മഞ്ജു വാര്യരോടും വിരോധം തോന്നാനുള്ള കാരണങ്ങളുണ്ടാകാം. മഞ്ജു വാര്യർക്ക് ദിലീപിനോട് വിരോധം തോന്നണമെങ്കിൽ അതെന്തൊക്കെയാണ്? ആ കാരണം എന്ത് കാരണത്താൽ? ഡൊമസ്റ്റിക് സാമ്പത്തിക പ്രശ്നം അവരെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല. കുട്ടികളെ വളർത്തുന്നത് സംബന്ധിച്ചുള്ള തർക്കം വേണേൽ ഉണ്ടാകാം, എങ്ങനെ വേണേൽ ഉണ്ടാകാം. മഞ്ജുവിൻ്റെ രണ്ടാമത്തെ ഗർഭം അത് അലസിപ്പിക്കാനായിട്ട് ദിലീപ് ശ്രമിച്ചോ? അതെനിക്കറിയത്തില്ല, നമുക്കറിയത്തില്ല. പക്ഷേ ഒന്ന്, അങ്ങനെ മഞ്ജുവിൻ്റെ രണ്ടാമത്തെ ഗർഭം അങ്ങനെ മഞ്ജു വളരെ കത്തി നിൽക്കുന്ന സമയത്ത് സംഭവം ഉണ്ടാകുന്നത് സിനിമാ രംഗത്ത് പല പ്രൊജക്റ്റുകളും അവരുടെ കൈവശമുണ്ട്. ഒരു രണ്ടാമത്തെ ഗർഭം ധരിക്കാൻ മഞ്ജു വാര്യർ ഒരിക്കലും ഇഷ്ടപ്പെട്ട് കാണില്ല. അത് ചിലപ്പോൾ ദിലീപ് അതിനെ അവരുടെ ആഗ്രഹത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടും ഉണ്ടാവില്ല. അങ്ങനെ സംഭവിക്കാം. നമ്മളൊരു ഊഹാഭാവത്തിൻ്റെ അടുത്താണ്. നമുക്ക് ഏറ്റവും മികച്ച നടിയായിരുന്നു മഞ്ജു വാര്യർ. അവർ ദിലീപിനെ വിവാഹം കഴിച്ചതിന് പിന്നാലെ സിനിമയിൽ നിന്ന് അപ്രത്യക്ഷയായി. അവരുടെ അഭിനയ കഴിവിനെ ദിലീപ് അടിച്ചമർത്തുകയായിരുന്നു എന്ന തോന്നൽ, എന്ന ട്രോമ ഒരു പക്ഷേ മഞ്ജു വാര്യറിന് ഉണ്ടാകാം. ഉറപ്പായിട്ടും. പല നടീനടന്മാരുടെയും വിവാഹബന്ധം വേർപ്പെടുന്നതിൻ്റെ അടിസ്ഥാനമാണ്. ഇപ്പം നവ്യ നായർ ഓരോരുത്തരും വിവാഹം ആദ്യം കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് രണ്ടാമത് കെട്ടണ്ട, ഞാൻ ഒരു എന്നെ അടക്കമൊതുക്കമുള്ള ഭാര്യയായിട്ട് ജീവിച്ചോളാന്നെല്ലാം പറയും. പക്ഷേ അതിന് ശേഷം വീണ്ടും ഈ ഗ്ലാമർ, കുറേ പ്രസവം കഴിഞ്ഞാൽ 2-3 പിള്ളേരൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ പകിട്ടങ്ങ് പോകും, കല്യാണത്തിൻ്റെ പകിട്ടങ്ങ് പോകും. പിന്നെ റിയാലിറ്റിയിലേക്ക് വരികയാണ്. വീട്ടിൽ ചമ്മന്തി അരയ്ക്കണം, തുണി കഴുകണം, അല്ലെ തുണി ഭർത്താവിന് അടുക്കി കൊടുക്കും. ഇങ്ങനെയുള്ള വീട്ടിലെ ജോലികളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ പഴയ ഗ്ലാമർ ഓർക്കും. കുടയും പിടിച്ചുകൊണ്ട് അല്ലെ മേക്കപ്പ് ചെയ്യാനൊക്കെ മേക്കപ്പ് മാനൊക്കെ ആയിട്ട് നടന്നിരുന്നൊരു കാലത്തെക്കുറിച്ച് ഇവരോർക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ഒരു ഓഫർ വരുമ്പോൾ, നല്ല ഓഫർ വരുമ്പോൾ, കൂടുതൽ മോണിറ്ററി ആയിട്ട് ബെനിഫിറ്റുള്ള ഓഫർ വരുമ്പോൾ ഒന്ന് പോയാൽ കൊള്ളാം എന്നൊരാഗ്രഹം ഇവരുടെ മനസ്സിലുണ്ടാകും. പക്ഷേ ഈ ഭർത്താക്കന്മാർ പലരും അങ്ങനെ പോകുന്നതിനെ എതിർക്കും. അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ട നടിമാർ വേറെയുണ്ട്. പാർവതി, ജയറാമിൻ്റെ ഭാര്യ, ഇങ്ങനെ കല്യാണത്തോടുകൂടി ഇല്ലാതായതാണ്. പക്ഷേ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരെണ്ണം ബിജു മേനൻ്റെയാണ്, സംയുക്ത വർമ്മയായിട്ടുള്ളത്. അത് നടന്ന് മുമ്പോട്ട് പോകുന്നു, കുഴപ്പമില്ല നമ്മുടെ ധാരണ. അതെന്താണെന്ന് അറിയത്തില്ല, എന്തും ആയിക്കോട്ടെ. അപ്പോൾ ഇവർ 2 സെലിബ്രിറ്റീസാണ്. ദിലീപിനെ പോലെ തന്നെ ഏറെക്കുറെ ഈക്വൽ സ്റ്റാറ്റസ് ഒരു നടി എന്നുള്ള നിലയിൽ ആർക്കുണ്ട്? മഞ്ജു വാര്യർക്കുണ്ട്. ലേഡി സൂപ്പർ സ്റ്റാർ. അപ്പോൾ ഇത് തമ്മിലൊരു ഈഗോ ക്ലാഷ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. വീണ്ടും അഭിനയിക്കാൻ പോയാൽ ഈ ലേഡി സൂപ്പർ സ്റ്റാർ ഒറിജിനൽ സൂപ്പർ സ്റ്റാറായി വീട്ടിലും ഭരിക്കാൻ വരുമോ എന്നുള്ള പേടി വരും. പിന്നെ രണ്ടാമത്, സിനിമയോടുള്ള കമ്പം മൂത്ത് മീനാക്ഷിയുടെ താല്പര്യങ്ങളിൽ അവഗണന കാണിച്ചാലോ? അത് ദിലീപിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ? അങ്ങനെ പല മാത്രമല്ല, മഞ്ജു വാര്യർ മറ്റാരെങ്കിലും പ്രണയത്തിലായി വിവാഹബന്ധം വേർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടാലോ? മഞ്ജു വാര്യർ തന്നെ ആവശ്യപ്പെട്ടാലോ? ആവശ്യപ്പെട്ടിരിക്കാം. പക്ഷേ അതിലും വേറൊരു രസം, ഇതിൽ മഞ്ജുവിന് ദിലീപ് അല്ലാതെ മറ്റാരോടെങ്കിലും പ്രണയമുണ്ടായിരുന്നു? അത് നമുക്കറിയില്ല. ആരുടെയെന്ന് ചോദിച്ചാൽ മറ്റ് പലരുമായിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ പോലും എനിക്കറിയത്തില്ല. അങ്ങനെ ഇപ്പോൾ ഉദാഹരണം മുകേഷ്, ദിലീപ് പറയുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ, ഞാൻ വളരെ മനോഹരമായിട്ട് പൊക്കൊണ്ടിരുന്ന നമ്മുടെ ജീവിതം, അതിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ചില പ്രശ്നങ്ങൾ വന്നു വിട്ടത്, പൊട്ടിത്തെറികൾ. അതെ, എൻ്റെ ഡൈവേഴ്സ് പെറ്റീഷനിൽ വളരെ കൃത്യമായിട്ട് പ്രമുഖരായിട്ടുള്ള ആളുകളടക്കം എൻ്റെ ഈ ഡൈവേഴ്സിന് കാരണക്കാരായിട്ടുണ്ട്, അത് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദിലീപ് തന്നെ ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്. നേരത്തെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്,
ഈ സിനിമാ മേഖലയിൽ തന്നെയുള്ള പല പ്രമുഖർ, ആ പ്രമുഖരുടെ കൈപ്പിടിയിലാണോ മഞ്ജു വാര്യർ? അതിലാരോടെങ്കിലും മഞ്ജു വാര്യറിന് എന്തെങ്കിലും തരത്തിലുള്ള അടുപ്പമോ പ്രണയമോ ഉണ്ടോ? ഇതൊരു പക്ഷേ ദിലീപ് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമോ? ഇതിനെ ചൊല്ലിയുള്ള തർക്കം ഇവരുടെ ഈ ബന്ധത്തിൽ, കുടുംബജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. മീനാക്ഷിക്ക് ഇതെല്ലാം അറിയുകയും ചെയ്യും. മീനാക്ഷിക്ക് ഇതെല്ലാം അറിയുകയും ചെയ്യുന്നുണ്ടാവും. അത് ഇപ്പം മീനാക്ഷിയുടെ കാര്യം പറയുമ്പോൾ, മീനാക്ഷി ഒരു നിലപാടെടുക്കണമെങ്കിൽ നിലപാട് ശക്തമായ നിലപാട് കൊച്ചെടുത്തു. അമ്മയ്ക്കെതിരായി പറയുമെന്ന് തന്നെ പറഞ്ഞു. പക്ഷെ അങ്ങനെ എടുക്കണമെങ്കിൽ അതുപോലെ ഹാർഷായിട്ടുള്ള അനുഭവം ആർക്കുണ്ടായി? ആ കൊച്ചിനുണ്ടായി കാണും ചിലപ്പം. എന്നുവെച്ചാൽ ഈ പെരുമാറ്റം വളരെ സ്വയം ക്രൂരമാകും. ഇന്നലെ ഒരു കൊച്ച് അച്ഛൻ അമ്മയെ പീഡിപ്പിക്കുന്നുണ്ട് ഇറങ്ങിക്കൂടി. ആ പ്രായത്തിൻ്റെ പ്രത്യേകത വളരെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്യും. ഈ കൊച്ച് ആത്മഹത്യ ചെയ്യാൻ പോയതാണ്, ഈ ഇന്നലത്തെ കൊച്ച്. അത് ഒരു പരിധി രക്ഷപ്പെട്ടു. അപ്പം അങ്ങനത്തെ മാനസികാവസ്ഥയിലുള്ള പിള്ളേരായിരുന്ന കാലത്താണ് ദിലീപും മഞ്ജു വാര്യരായിട്ടുള്ള യുദ്ധം എന്ന് തന്നെ പറയാം, ഒരു കുടുംബ യുദ്ധം തുടങ്ങിയത്. ആ കുടുംബ യുദ്ധത്തെ വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഇവരുടെ ബന്ധം തകരണമെന്ന് പലരും ആഗ്രഹിച്ചിരുന്നു. പിന്നെ ദിലീപ് കാരണം ഈ രംഗത്ത് തഴയപ്പെട്ടവരാണുങ്ങളുമുണ്ട്, അല്ലെ ചാൻസുകൾ കുറഞ്ഞ ആണുങ്ങളുണ്ട്. ദിലീപ് കാരണം പൊങ്ങി വന്ന ഒരുപാട് ആൾക്കാർ, പൊങ്ങി വന്നൊരു ദിലീപിനോളം മറ്റുള്ള സാധാരണ നടന്മാരെ സഹായിച്ച വേറെ ആളുമില്ല. അതെ, ഈ ഹരിശ്രീ അശോകനാണേലും ആ ടീം മുഴുവൻ വേണം പറയാം. പക്ഷെ മറിച്ച് അല്ലാത്തവരുണ്ട്. ദിലീപിനേക്കാൾ കൂടുതലോ ദിലീപിൻ്റെ ഒപ്പമോ നിൽക്കാൻ ഞങ്ങൾ യോഗ്യരാണ് എന്ന് ധരിച്ച നടന്മാരുണ്ട്. അങ്ങനെ തന്നെയാണ് താനും. പക്ഷെ അവരുടെ ഈ ബന്ധം തകർക്കുന്ന, ദിലീപിനെ തകർക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം മഞ്ജു വാര്യരും ദിലീപ് വാര്യരുടെ ബന്ധം തകർക്കുന്നതെങ്കിൽ മനസ്സിലായെങ്കിൽ പിന്നെ ദിലീപിനെ ഡീമോറലൈസ് ചെയ്യണം. അന്ന് ഡീമോറലൈസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ആളാരാണ്? അല്ല, ദിലീപ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്താണ് ഈ വിഷയം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാളെ ഡീമോറലൈസ് ചെയ്യാന്ന് പറയും. അയാളുടെ ധൈര്യത്തെ കളയുക. ആ ധൈര്യം കളയാനുള്ള ഏറ്റവും നല്ല മാർഗം മഞ്ജു വാര്യരാണ് ഏറ്റവും നല്ല ആയുധം. മഞ്ജു വാര്യരെ ആരെങ്കിലും ഉപയോഗിച്ചിരിക്കുക? അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത്, ദിലീപ് ഡൈവേഴ്സ് പെറ്റീഷനിൽ രേഖപ്പെടുത്തിയ കുറച്ച് പ്രമുഖർ എൻ്റെ ഈ മഞ്ജുവായിട്ടുള്ള ബന്ധം തകരുന്നതിൽ കാരണക്കാരാണെന്ന് പറയപ്പെടുന്ന കുറച്ച് ആളുകൾ, അവരുടെയൊക്കെ കളി തന്നെയാണ് പൾസർ സുനിയെ കൊണ്ട്. അങ്ങനെയാകാം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നലെ ജാമ്യം കിട്ടി കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്നു ഈ പ്രമുഖരെന്ന് പറയുന്ന ആൾക്കാർ, കുറച്ച് ആൾക്കാർ, അവർക്ക് ഈ മട്ടാഞ്ചേരി മാഫിയ ആ ഒരു ബന്ധമുണ്ടോ? മട്ടാഞ്ചേരി മാഫിയ മാത്രമായിട്ടില്ല, മറ്റു പലരുമായിട്ടുണ്ടാവും, പലരുമായിട്ട്. പിന്നെ വീണ്ടും ഇതിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഏക തെളിവ് വേറെ കൂടുതലെങ്ങും അന്വേഷിക്കേണ്ട. ഇന്നലെ ജാമ്യം കിട്ടി പുറത്തേക്ക് വന്ന, വെറുതെ വിട്ട് പുറത്തേക്ക് വന്ന ദിലീപിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. മഞ്ജു വാര്യർ പറഞ്ഞപ്പോഴാണ് ഇത് തുടങ്ങിയത്. ഇതിൻ്റെ പൾസർ സുനിക്ക് സ്വിച്ച് ഇട്ടത് ദിലീപുമായിട്ട് ബന്ധിപ്പിക്കാൻ പോലീസ് ഈഗർനെസ് കാണിച്ചത് എപ്പോഴാണ്? മഞ്ജു വാര്യർ പറഞ്ഞു ഗൂഢാലോചനയുണ്ട്, എന്നൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ പിന്നെയാണ്. അപ്പോൾ മഞ്ജു വാര്യർക്ക് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും മഞ്ജു വാര്യർക്ക് കാര്യമെല്ലാം അറിയാമല്ലോ. ഗൂഢാലോചന ആരൊക്കെ ഗൂഢാലോചന നടത്തി, എവിടെ വെച്ച് നടത്തി, ഗൂഢാലോചന ഉണ്ടെന്നുള്ളവർ അറിഞ്ഞു. മഞ്ജു വാര്യർ ഇതെങ്ങനെ അറിഞ്ഞു ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ആരെങ്കിലും മഞ്ജു വാര്യരോട് ഈ വിഷയം പറഞ്ഞ ആരുമായിട്ടാണ് ചർച്ച ചെയ്തിരിക്കുന്നത്? അത് വളരെ അപകടകരമായ സ്ഥിതിയിൽ. അല്ല, ദിലീപ് വലിയ ബുദ്ധിമാനായിട്ടുള്ള ഒരാളാണ്. അല്ല, ദിലീപ് ഒരുപാട് ബുദ്ധിമാനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം നല്ലൊരു നടനാണ്, അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസറാണ്, എല്ലാം ഒരാളാണ്. അങ്ങനെ ഒരാൾ ഇത്തരം വിവരം കെട്ട ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്, അതായത് 2013 മുതൽ ഗൂഢാലോചന ഇങ്ങനെ പ്ലാനിങ് നടന്നുകൊണ്ടേയിരുന്നു. എന്നിട്ട് 2017 ഫെബ്രുവരി 17 ഈ സംഭവം. അതുകൊണ്ടാണ് അതും ഈ പൾസർ സുനി ഇത് നടത്തുന്നത് വെറും 10,000 രൂപ അഡ്വാൻസ് വാങ്ങിക്കൊണ്ട്. ഇങ്ങനൊരു കാര്യത്തിന് നിൽക്കുക ആരെങ്കിലും? അങ്ങനെ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്താൽ പോരെ? ഇത് നമ്മൾ ഇന്നലെ തൊട്ടേ പറയുന്നുണ്ട്, ദിലീപാണ് ഇതിൻ്റെ സംഭവം. ഇവരെ പൾസർ സുനിക്ക് വേണ്ടി ചെയ്ത കാര്യമാണോ അല്ലെന്ന് പറയാൻ പറ്റുമോ? ബ്ലാക്ക് മെയിൽ ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് ഇത് വിറ്റ് കാശാക്കിയാലോ? നമ്മുടെ മാർക്കറ്റല്ലേ, ഇഷ്ടംപോലെ മേടിക്കാനാളുണ്ട്, എത്രയോ പേരുടെ ഉണ്ട് ഇങ്ങനെ വിറ്റ് പോകുന്നവർ. പല രാഷ്ട്രീയ നേതാക്കളുടെ ഉണ്ട്, പെൺപിള്ളേരുടെ ഉണ്ട്, രാഷ്ട്രീയത്തിലുള്ള സ്ത്രീകളുടെ ഉണ്ട്, പലതും ഉണ്ട്. അപ്പോൾ ഈ രേഖകളുള്ളപ്പം അതുപോലെ ഇത് വിൽക്കാൻ അവൻ തന്നെ ഉദ്ദേശിച്ചിരുന്നെങ്കിലോ, അവൻ തന്നെ ആർക്കെങ്കിലും ഇത് ഇത്തരം ഈ പൾസർ സുനിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മളിവിടെ നോക്കേണ്ട കാര്യമില്ല ഈ വിഷയം. കാരണം ഇദ്ദേഹം ഇതേപോലെ
നടിമാരെ ഇത്തരത്തില് ആക്രമിച്ച് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇവിടെ ആർക്കും ഒരു നിർബന്ധം ഇതിലിപ്പോ സാറേ നീതി ലഭിച്ചില്ല അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹാഷ്ടാഗ് വർദ്ധിക്കുകയാണല്ലോ. അവൾക്കൊപ്പം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വല്ല നഷ്ടമുണ്ടോ? എനിക്ക് ഞാൻ അവൾക്കൊപ്പം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ നീതി കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 6 പേരെ ശിക്ഷിച്ചിട്ടില്ലേ? 6 പേരെ അതിനെപ്പറ്റി എല്ലാവരും സൈലന്റാ. നീതി പക്ഷെ ഇവിടെ ദിലീപിനെ അങ്ങ് തൂക്കിക്കൊന്നെങ്കിൽ മാത്രമേ നീതി ലഭിക്കുള്ളൂ എന്ന് പറയുന്ന ചില തെറ്റായ ധാരണ പലരും മനസ്സിൽ വെക്കുന്നുണ്ട്. അത് ഒരിക്കലും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല സുഹൃത്തുക്കളെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയാലും ദിലീപിന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് സാർ ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള കാര്യം. ദിലീപിനെ തൂക്കിക്കൊന്നെങ്കിൽ മാത്രമേ ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടൂ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ദിലീപിനെ കൊടുക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ നമ്മളിപ്പോ ഈ പറഞ്ഞ ഇത്രയും വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഇപ്പം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ചർച്ച ചെയ്യേണ്ടത് എന്താ? ഇത്രയും 9 വർഷവും നമ്മൾ ചർച്ച ചെയ്തത് എന്താ? ദിലീപിനെതിരെയാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ദിലീപിനെ കൊടുക്കാൻ ആരാണ് ഇതിൽ യഥാർത്ഥത്തിൽ ശ്രമിച്ചത് എന്നാണ്. ആരാണ് ആദ്യം പറഞ്ഞതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അവിടുന്ന് വേണം നമ്മുടെ അന്വേഷണം തുടങ്ങാൻ. ആദ്യം ഇത് ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യരാണ്. ഇപ്പോൾ ദിലീപിനെ കൊടുക്കാനാണ് ആ ഗൂഢാലോചനക്കാർ ശ്രമിച്ചതെങ്കിൽ അത് മഞ്ജു വാര്യരിൽ നിന്ന് വേണം അന്വേഷണം തുടങ്ങാൻ. അത് ഇന്നലെ ഓപ്പണായിട്ട് പറഞ്ഞില്ലേ. മഞ്ജു വാര്യർ ഒരു കള്ളിയാണെന്ന് വിശ്വസിക്കുന്നു? ഇല്ല. നിവൃത്തികളുകൊണ്ട് ചില സാഹചര്യങ്ങളിൽപ്പെട്ട് നിർബന്ധിക്കും. അവര് ആരുടെയോ കൈപ്പിടിയിലാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുണ്ട്. അവരുടെ ബുദ്ധിയെയൊക്കെ നിയന്ത്രിക്കുന്നത് മറ്റു ചില ആൾക്കാരാണ്. അല്ല, ബുദ്ധിയെ 2 കാര്യങ്ങൾ നിയന്ത്രിക്കും. ഒന്ന്, ഒരു ഇടപാട് പ്രൊജക്റ്റിൽ നിന്നും അവരെ വെച്ച് പ്രൊജക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒത്തിരി പേരുണ്ട്. യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അവർക്ക് സിനിമാ ഫീൽഡിൽ നിൽക്കണമെങ്കിൽ, അവരുടെ പൊട്ടൻഷ്യൽ പ്രകടിപ്പിക്കണമെങ്കിൽ ഒരു മാരീഡ് വുമൺ എന്നുള്ള ഇമേജ് അവർക്ക് ചിലപ്പോൾ മോശമായിരിക്കും. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പം നമ്മുടെ എയർലൈൻസിലൊക്കെ ഗർഭിണിയായി കഴിഞ്ഞാൽ എയർ ഹോസ്റ്റസ്മാരെ പറഞ്ഞു കൊടുക്കും. അതുപോലെ സിനിമയിൽ ഒരു കാലത്ത് പ്രായം കൂടിയ സ്ത്രീകളെ എടുക്കാൻ അഭിനയിപ്പിക്കാൻ മടിയുണ്ടായിരുന്നു. ചെറുപ്പക്കാർ 10-18 വയസ്സുള്ള പിള്ളേരുള്ളപ്പോൾ ഇവരേക്ക് അഭിനയിക്കുന്നതിന് ഇന്നത് മാറിയിട്ട് അഭിനയിക്കാൻ കഴിവുള്ളവരെ ഇത്തിരി കാണാൻ കൊള്ളാവുന്നവരാണ് അവരെ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. മഞ്ജു വാര്യർ അങ്ങനെ ആ ക്ലാസ്സിൽപ്പെട്ട ആളാണ്. മഞ്ജു വാര്യരുടെ അഭിനയ ജീവിതത്തെ മുതലെടുക്കാൻ, അഭിനയ മികവിനെ മുതലെടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഉണ്ടാവൂടെ. അവർക്കപ്പോൾ ഈ ബന്ധം തകരുന്ന അവർക്കിഷ്ടം. മഞ്ജു വാര്യർ ഫ്രീ ആകും. അതായത് മഞ്ജു വാര്യർ അതായത് ഇവരുടെ ഇപ്പൊ ഞാൻ പറഞ്ഞെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഏറ്റവും വലിയ എവിഡൻസ്, ഒരമ്മ, മഞ്ജു വാര്യർ അമ്മയാണ്. എല്ലാം അത് നിഷേധിക്കാൻ പറ്റുകയല്ലോ. മീനാക്ഷിയെ പ്രസവിച്ച അമ്മയാണ്. അമ്മയുടെ കസ്റ്റഡിക്ക് വേണ്ടി മഞ്ജു വാര്യർ എന്തുമാത്രം പോരാടിയിട്ടുണ്ട്. ദിലീപിന് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. എന്തുകൊണ്ട് പോരാടിയില്ല? അപ്പോൾ മകളെ പോലും തള്ളിപ്പറഞ്ഞ് പ്രൊഫഷന് ഇമ്പോർട്ടൻസ് കൊടുത്തു, അല്ലെ ഡിവോഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതിൻ്റെ അർത്ഥം എന്താ? മകളെ ദിലീപ് വളർത്തിക്കോട്ടെ, അതാണ്. എനിക്ക് ഫ്രീ ആയിട്ട് അപ്പം ഇത്രയും സമൂഹം ചിത്രീകരിക്കുന്ന ക്രൂരനാണ്, നെറികെട്ടവനാണ് എന്ന് സമൂഹം ചിത്രീകരിക്കുന്ന ദിലീപിനോടൊപ്പം ആ മകൾ എന്തിനു ജീവിക്കുന്നു? ആ മകളുടെ മനസാക്ഷി പറയുന്ന ഒരു നേരുണ്ട്, ഒരു സത്യവും. ആ സത്യമാണ് ഇപ്പം വിജയിച്ചിരിക്കുന്നത്. മീനാക്ഷി മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ആ സത്യമാണ് ഇന്നലെ കോടതിയിൽ വിജയിച്ചിരിക്കുന്നത്. ഇനി ആരല്ല എന്തെല്ലാം പറഞ്ഞാലും യഥാർത്ഥത്തില് ദിലീപ് ആ ഡൈവേഴ്സ് പെറ്റീഷനിൽ കുറിച്ചിരിക്കുന്ന പ്രമുഖർ, ദിലീപിന്റെ ദാമ്പത്യം തകർത്ത ആ പ്രമുഖർ തന്നെയായിരിക്കില്ലേ ഇയാളെ? ആ പ്രമുഖരുടെ കാലം കഴിഞ്ഞു. അവര് രംഗത്തുനിന്ന് പതുക്കെ വലിഞ്ഞു. പക്ഷെ പുതിയ പ്രമുഖരെന്നറിയോ? പുതിയ പ്രമുഖർ വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ആകാമല്ലോ. പണ്ട് കാലത്ത്, ആദ്യകാലത്ത് മഞ്ജു വാര്യരെ തീ പിടിപ്പിച്ച് ഇളക്കിക്കൊണ്ടിരുന്ന ആ പ്രമുഖർ ഇന്നില്ല. ദിലീപിനോട് വിരോധമുണ്ട്. ഇന്ന് വേറെ പുതിയ പ്രമുഖരാണ്. അവർക്കും മഞ്ജു വാര്യർ ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ രംഗത്ത് വരണം. ഇപ്പം നവ്യ നായർ അതേ രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടെന്ന് അവർക്ക് അഭിനയിക്കാൻ രംഗത്ത് വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ യാതൊരു കാരണവശാലും ഈ ചാനൽ റിപ്പോർട്ടിൻ്റെയോ പത്രമാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടിൻ്റെയോ ചില വനിതാ വിമോചനക്കാരുടെ അവരുടെ ഇൻ്റർവ്യൂവിലോ ഒന്നും നമ്മൾ ക്യാരിഡ് അവേ ആകാൻ പാടില്ല. ത്രെഡ് ബെയർ ആയിട്ട് നമുക്ക് 100 തരത്തിലുള്ള പല ചോദ്യങ്ങളിലൂടെ അത് ഓരോ ചോദ്യവും ത്രെഡ് ബെയർ ആയിട്ട് പിച്ചിക്കേറി പരിശോധിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തായാലും ഈ വിഷയത്തിൽ നമുക്ക് അന്തിമമായിട്ട് ഒരു കാര്യമാണ് പറയാൻ പറ്റുക. നമ്മൾ അവൾക്കൊപ്പം തന്നെയാണ്. പക്ഷെ ഇവിടെ അവൾക്ക് നീതി ലഭിച്ചിരിക്കുന്നു,
ദിലീപ് പറഞ്ഞ ഗൂഢാലോചനക്കാരെ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ അവസാനത്തെ ഡിമാൻഡ്. അതെ, അതിലേക്കാണ് ഇനി ചർച്ച പോകേണ്ടത്. ദിലീപിനെ തൂക്കിക്കൊന്നെങ്കിൽ അന്വേഷണം പോകണം. ദിലീപിനെ തൂക്കിക്കൊന്നെങ്കിൽ മാത്രമേ നീതി കിട്ടൂ എന്ന് പറയുന്ന ധാരണ എന്തായാലും നമുക്കില്ല. നടിക്കിൽ നീതി ലഭിച്ചിരിക്കുന്നു. ദിലീപിനെതിരെ ആരാണ് കളിച്ചത്, അവർക്കെതിരെയാണ് അന്വേഷണം പോകേണ്ടത്.